നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒത്തിരി സന്തോഷത്തിലൊന്നുമല്ല, എന്നാൽ ഒത്തിരി ദുഃഖത്തിലുമല്ല. ശരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പോലെ ഒത്തിരി മോട്ടിവേഷൻ ഒന്നുമില്ല, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല ലൈഫിനെ പറ്റി. ശരിക്കും ഈ ഒരു അവസ്ഥയിൽ കൂടെ ഇന്ന് ഒരുപാട് പേര് കടന്നു പോകാറുണ്ട്. ശരിക്കും COVID-19 മഹാമാരിക്ക് ശേഷം ആണ് ഒരുപാട് ആളുകൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെന്നാണ് സ്റ്റഡികൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും എന്താണ് ഈ അവസ്ഥ? ഈ അവസ്ഥയുടെ പേരാണ് ലാംഗ്വിഷിങ്. ഈ ഒരു വാക്ക് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. ശരിക്കും ഡിപ്രഷനോട് സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണിത്. ഈ ലാംഗ്വിഷ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പുറമേ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരെ പോലെ നമുക്ക് തോന്നും. ശരിക്കും അവർ ജോലിക്കൊക്കെ പോവും, അവരുടെ ഫാമിലിയോട് ബന്ധപ്പെട്ടും അവരുടെ റിലേഷൻഷിപ്പിനോടൊക്കെ ബന്ധപ്പെട്ടും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പുറമേ നോക്കുമ്പോൾ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ജീവിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കില്ലാതെ പോകും. ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നു, എന്നാൽ ശരിക്കും ജീവിക്കുന്നുണ്ടോ, എക്സൈറ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മറുപടി പറയാനുണ്ടാവില്ല. ശരിക്കും ഈ അവസ്ഥയിൽ നിൽക്കുന്നവരാണ് ലാംഗ്വിഷിങ്ങിൽ നിൽക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ലാംഗ്വിഷിങ് എന്ന് പറയുന്നത് ഡിപ്രഷന് സമാനമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ലാംഗ്വിഷിങ് എങ്ങനെയാണ് ഡിപ്രഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. അപ്പം നിങ്ങളുടെ വണ്ടി പെട്രോൾ തീരുന്നതിനാൽ വണ്ടി അങ്ങ് നിന്ന് പോവുകയാണ്. ശരിക്കും ആ വണ്ടി നമുക്ക് മുന്നോട്ട് ഓടിച്ച് പോകാനായിട്ട് കുറച്ച് പെട്രോൾ മതി അല്ലേ? നേരെ മറിച്ച് നമുക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണെങ്കിലോ നമുക്ക് അവിടെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ കൂടിയേ തീരും അല്ലേ? നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കണം, വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ, ആ എൻജിൻ പണി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വണ്ടി റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെ തന്നെയാണ് ലാംഗ്വിഷിങ്ങും ഡിപ്രഷനും വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത്. ലാംഗ്വിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ പെട്രോൾ തീർന്ന അവസ്ഥ പോലെയാണ്. നമുക്ക് നമ്മുടെ ഓൺ ചേഞ്ചസ് ലൈഫിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പെട്രോൾ ഒഴിക്കുന്ന പോലെ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ ഡിപ്രഷനിൽ പോയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പ് കൂടിയേ തീരും. അപ്പോൾ ശരിക്കും എന്താണ് ലാംഗ്വിഷിങ്ങിനെ മറികടക്കാനുള്ള ഫ്യൂവൽ എന്നുള്ളതും, അതുപോലെ എന്താണ് ലാംഗ്വിഷിങ്ങിനെ ഡിപ്രഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കാവുന്ന കാര്യങ്ങൾ എന്നും നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും.